ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഇത്തിരി നേരം വൈകിട്ടൊക്കെയാണ് കേട്ടോ എഴുന്നേൽക്കുക. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. കടലക്കറി ഒപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷെ സാധിച്ചില്ല. കടല വെള്ളത്തിലിടാൻ മറന്നുപോയി. പിന്നെ ആ പരിപാടിക്ക് നിന്നില്ല, വേഗം തന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ നിന്നും. അപ്പോൾ രാവിലെ തന്നെ വീഡിയോയുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരം വൈകി എഴുന്നേറ്റ് തലേദിവസം വളരെ വൈകിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കാരണം നല്ല നേരം വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് അപ്പം തന്നെ ചായ വെച്ച് ഉപ്മാവ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, ഇത്തിരി വെളിച്ചെണ്ണ വെച്ചു, കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള ഇത്രയും ചെറുതായി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നന്നായിട്ട് 2 ക്യാരറ്റ് ഫുള്ളായിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അധികം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ്. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടാം കേട്ടോ. കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കുക. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യും കൂടെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. വറുത്ത റവയാണെങ്കിൽ കൂടി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കുക കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നല്ല തിളച്ച വെള്ളം തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മുകളിലേക്ക് ഒഴിക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിധത്തിലാണ് ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. എന്നിട്ട് പിന്നെ മൂടി വെച്ച് ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇതേപോലെ കുത്തി കുഞ്ഞ് പീസുകളാക്കി മാറ്റുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നാളികേരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ആവശ്യത്തിനെന്ന് പറയുന്നത് ചിലവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നാളികേരമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. കട്ടൻ ചായയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ കടലക്കറി ഇന്ന് ഉണ്ടായില്ല. അപ്പം തന്നെ ഞാൻ മീൻകറി വെക്കാനും പരിപാടിയും തുടങ്ങി. ഉച്ചക്കലത്തെ പരിപാടി അപ്പം തന്നെ തുടങ്ങി കേട്ടോ. ഇന്ന് പുറത്തെ ജോലികളൊന്നും രാവിലെ ചെയ്യാൻ പറ്റില്ല, അലക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വാഷിംഗ് മെഷീനിൽ വേഗം തുണികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ ചാച്ച അപ്പുറത്തെ വീട്ടിൽ മരിച്ച കാര്യം. അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ നിറയെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് രാവിലെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ മാത്രം ഓടിപ്പോയി ഒന്ന് ക്ലീനാക്കി. ആ തലകൾ മാത്രം നമ്മുടെ പൂച്ചകൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം, ബാക്കിയുള്ളതൊക്കെ അകത്ത് വന്നിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ 2 കണ്ടപ്പന്മാരും ഒരു കുഞ്ഞിപ്പൂച്ചയാണ് ഇപ്പോൾ കഴിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ബാക്കി ഒരു പൂച്ച വേറെ വീട്ടിലേക്ക് പോയിന്നുണ്ട്. വലിയ മൈൻഡൊന്നും കാണാനില്ല, ഇടയ്ക്കൊക്കെ വരുള്ളൂ. പിന്നെ അമ്മ പൂച്ച ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് അവളുടെ മക്കളെ എനിക്ക് കൊണ്ടു തന്നിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ അടുപ്പിക്കാണ്ടിരിക്കുക. കുറച്ചും കൂടിയൊക്കെ വലുതാവട്ടെ കുട്ടികൾ, അല്ലെങ്കിൽ നോക്കാൻ ഭയങ്കര തീരെ കുഞ്ഞു പൂച്ചകളാകുമ്പോൾ. അപ്പോൾ ആ മീനിൻ്റെ തല മാത്രം, അയിലയാണ് നമുക്ക് തല ശരിക്കും വേണമെങ്കിൽ കറിയൊക്കെ വെക്കാം. പക്ഷേ ഇവരുടെ നമുക്ക് കഴിക്കണ്ടേ പൂച്ചകൾ, പാവം. അവർക്ക് ഏറ്റവും ഇഷ്ടം മീനാണ്. ബാക്കി എന്ത് കൊടുത്താലും അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, മീനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പൂച്ചകൾക്ക് മീനാന്ന് തോന്നുന്നു ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ അവർ ചാടി പിടിച്ചും മറിഞ്ഞു പിടിച്ചൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാക്കകൾ ഒരു മീനെടുത്ത് കൊണ്ടുപോകാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങ് വേഗം അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വറക്കാനുള്ള മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരു കളറിന് വേണ്ടി. പാകത്തിന് ഉപ്പ് എപ്പോഴും കുറച്ചിടുക. വറക്കണം മീനിൽ പെട്ടെന്ന് ഉപ്പ് കയറും. പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി തോലോട് കൂടി കഴുകിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ഇനിയും ഇഞ്ചി അതൊക്കെ ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ വറക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറക്കാനായിട്ട് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചു. അപ്പം മീനൊക്കെ ആകുമ്പോൾ വറുത്തത് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് പിള്ളേർ വരും. അത് കാരണം കൊണ്ട് വറക്കാനുള്ളത് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി മീൻ കറിക്കുള്ള പരിപാടി നോക്കിയപ്പോൾ പച്ചമുളക് ഞെട്ട് കളഞ്ഞൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ തന്നെ ചേട്ടൻ ഫ്രിഡ്ജിലേക്ക് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചു. അപ്പോൾ മീൻ ചട്ടിയിലേക്കിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചോളൂ കേട്ടോ. നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു തക്കാളിയുടെ പകുതിയും ചെറിയൊരു സവാളയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം ആവണ്ട, നാളികേരം അരച്ച കറി വെക്കണ കറിയിലേക്ക് അധികമായ ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഒരു മുറി നാളികേരം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ലൂസ് വേണം. ചിലവർക്ക് നല്ല ചാറായിരിക്കും ഇഷ്ടം, ചിലവർക്ക് നല്ല കുറുതായി ചാറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഓരോരുത്തർക്കും ഇഷ്ടങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ഇത് മറിച്ചിടുന്ന സമയമായി. അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. മീൻ വറുത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മീനായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല വലുപ്പം ഉണ്ടായിരുന്നു മീൻ. അവസാനം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു തോരനും കൂടി വേണം. അപ്പോൾ മത്തൻ്റെ ഇല ജോലിക്ക് പോണ ദിവസം വയ്ക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വയ്ക്കണ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി തപ്പും പിടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തളിരിലാണ് എടുക്കുക. മൂത്ത ഇല എടുക്കുമ്പം കഞ്ഞളത്തിലൊക്കെ തളിച്ചൊഴിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിവിടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. തോരൻ വെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ആ തുമ്പ് ഭാഗം, എല്ലാത്തിൻ്റെ തുമ്പ് ഭാഗമൊക്കെ മുറിച്ചെടുത്തു.
അപ്പോൾ അതിൽ തണ്ടൊക്കെ മുറിച്ചെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തണ്ടൊന്നും എടുത്തില്ല, ആദ്യമായിട്ട് വെക്കണതല്ലേ. ഇനി ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്ന് അറിയില്ലല്ലോ. എല്ലാവർക്കും ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത് മത്തൻ്റെ ഇല കറി വയ്ക്കുന്നത്. മത്തങ്ങ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ കായകളുണ്ടാവും, അതപ്പം തന്നെ മഞ്ഞ കളറായി ചുങ്ങി ഇങ്ങനെ പോകും കേട്ടോ, ഉണ്ടാവണേ ഇല്ല. അപ്പോൾ എന്തായാലും അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ. ഞാൻ എന്തായാലും അതിൻ്റെ തുമ്പത്തെ ഇലകളൊക്കെ മുറിച്ചെടുത്ത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി അല്ലേ. പിന്നെ ഇവിടെ ഇലത്തോരനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പൂട പോലെയൊക്കെ നല്ല ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഓരോ ഇല തന്നെ വെച്ച് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. തണ്ട് ഞാൻ ഒട്ടും എടുത്തില്ല കേട്ടോ, ഇലകൾ മാത്രം എടുത്തോളാം. നമുക്ക് പിടിക്കുമ്പോൾ അറിയാം മൂത്തതും മൂക്കാത്തൊക്കെ. എന്നിട്ട് ചെറുതായി ക്രോസാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മുറിച്ച് കഴിഞ്ഞാൽ നല്ല കനം കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കിട്ടും കേട്ടോ. അത് അരിയണതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് കുറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഒന്നുകൂടി തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഇലകൾ വന്ന് വേഗം തന്നെ അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഉള്ളി കാച്ചിയെടുത്തു. അപ്പോൾ ഉള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കി അതിൽ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടു. എന്ന് വെച്ചാൽ കറിക്ക് അത്ര കളറില്ല, അപ്പോൾ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി അവസാനം ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കണം, നല്ലതായിട്ടാക്കുക. മീൻകറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇന്താ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പകുതി മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ചൊരു മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ട്. അധികം എരിവില്ലാണ്ടിരിക്കാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വല്ലാണ്ട് എരിവ് കൂടും. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്തനയില ഇട്ട് കൊടുത്തും കേട്ടും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. തണ്ടൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെയായി. ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് തുറന്നപ്പോഴേക്കും തന്നെ അത് വെന്തു കേട്ടോ. പിന്നെ ഞാൻ തുറന്ന് വെച്ച് അതിലത്തെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു. ഇഷ്ടം പോലെ വെള്ളമാണ് മത്തൻ്റെ ഇലയിൽ. അപ്പോൾ അതും വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഇലത്തോരനിലൊക്കെ ലാസ്റ്റാണ് നാളികേരം ഇടേണ്ടത് കേട്ടോ. നാളികേരത്തിന് ഇത്തിരീശ പച്ചപ്പ് വേണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. നമ്മുടെ മത്തൻ ഇലത്തോരൻ അങ്ങനെ റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ അതും കൂടിയായി. അപ്പോൾ ചോറും മീൻകറി മത്തൻ്റെ ഇലത്തോരനും മീൻ വറുത്തും, ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ നമ്മുടെ. പിന്നെ ഞാൻ എന്താ അലക്കാനായിട്ട് മിക്സിയിലെന്നൊക്കെ പറയണല്ലേ, വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഉണങ്ങി കിടപ്പുണ്ട്. പിന്നെ ഞാൻ കല്ലും അലക്കാനുള്ളത് മുകളിൽ ബാത്റൂമിൽ അലക്കുകല്ലുണ്ട്, അവിടെ അലക്കാമെന്ന് വെച്ചാൽ മുറ്റത്ത് അലക്കാൻ പറ്റില്ല. ഞാൻ പറയും നിറയെ ആൾക്കാരുണ്ട്, നമ്മുടെ മുറ്റത്തൊക്കെ വണ്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മുറ്റത്തുനിന്ന് അലക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ മുകളിലെ ബാത്റൂമിൽ അലക്കുകല്ലുണ്ട്, അവിടെ പോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പായയും കൂടി കഴുകണം കേട്ടോ. പായ ഇടയ്ക്കൊക്കെ ഹോളിലൊക്കെ പോയി കിടക്കും, നല്ല ചൂടെടുക്കുമ്പോഴൊക്കെ. അത് കാരണം കൂടെ ഒരു പായ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ വെറുതെ തുണികൾ ഇങ്ങനെ ഇട്ടുള്ള നീർത്തിയിട്ടില്ല കേട്ടോ. നിർത്തിയിടാനുള്ള സ്ഥലമില്ല. എന്നുവെച്ചാൽ മഴ പെയ്യുമ്പോൾ നമ്മൾ നിർത്തിയിട്ടിട്ട് രക്ഷയൊന്നും ഇല്ലല്ലോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുക, പെയ്യും തോരും, വീണ്ടും പെയ്യും തോരും, അങ്ങനെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഇടാല്ലേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വെള്ളം വാർന്ന് കഴിയുമ്പോൾ രാത്രി അകത്തേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വെള്ളം കണ്ടില്ലേ, ഇവിടെ അപ്പുറത്തെ പറമ്പിൽ കോവയ്ക്ക തൈകൾ നട്ടുകൊടുത്ത് ഈ കൂന കൂട്ടി നട്ട് കാണാൻ കാരണം കൊണ്ട് തന്നെ അതിനങ്ങനെ ദോഷമൊന്നും ഉണ്ടാവില്ല. താഴെയല്ല വെള്ളം നിൽക്കുന്നത്, കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 2 ബാത്റൂമുകളും കഴിയും. ഒരു ബാത്റൂമാണ് ഷൂട്ട് ചെയ്തുള്ളതെന്ന് മാത്രം കേട്ടോ. പിള്ളേരുടെ ബാത്റൂമും വാഷ് ബേസും ഒക്കെ അലക്ക് കഴിഞ്ഞോടുകൂടി കഴുകിയിട്ട് താഴത്തേക്ക് പോന്നു. ഈ ബാത്റൂമും കഴുകി പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. അത് കഴിഞ്ഞതാ കുറേ കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. വേഗം പോയി തുണികളൊക്കെ ഒന്ന് നീർത്തിയിട്ടു. അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ ഉറങ്ങാനുള്ള സമയമൊന്നും ഇപ്പം അങ്ങനെ കിട്ടണില്ല കേട്ടോ. നമ്മൾ 2-3 ഷോർട്ട് വീഡിയോകൾ ഇടല്ലേ, അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം ടൈം ആവശ്യമുണ്ട്. അത് കാരണം കൊണ്ട് കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും കുറച്ച് നേരം കിടന്നു എന്ന് മാത്രം. പിന്നെ ഓടി വന്ന് തുണികളൊക്കെ വിരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലതൊക്കെ ഉണങ്ങിയല്ല, അതൊന്നും ഉണങ്ങി കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിറയെ ചീര മുളച്ചിട്ടുണ്ട് നമ്മുടെ മുറ്റത്ത് തന്നെ. അപ്പോൾ ഓരോ സമയത്തും ഓരോ സൈഡിലാണ്. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ സൈഡിലായിരുന്നു ചീര മുളച്ചിരുന്നത്, ഇപ്പോൾ ഈ വശത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. എല്ലാ ചീരകളും ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. ഇനി ചീരകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മത്തനല്ല വെച്ചത്. ഇനി ഈ ചീര ഒരു പ്രാവശ്യം മുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുപ്പിൻ്റെ തൊട്ട് നിൽക്കുന്ന 3-4 ചീരയുണ്ടല്ലോ, അതും അത്യാവശ്യം ഇലകളുണ്ടായിരുന്നു. അതും പിന്നെ ഈ കുഞ്ഞ് ചീരകളുടെയൊക്കെ തലേന്ന് മുറിച്ച് ഇങ്ങോട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇനി ഇത് വലുതായി വന്നിട്ട് വേണം നമുക്ക് തോരൻ വെക്കാനായിട്ട്. പെട്ടെന്ന് വലുതാവും കേട്ടോ, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മതി, ധാരാളം മതി. പിന്നെ ചില പുല്ലൊന്ന് മുറിച്ച് കളയേണ്ടി വന്നു കേട്ടോ, പറിച്ചിട്ട് കിട്ടില്ല, അത്ര ടൈറ്റായിട്ട് നിൽക്കണം. ഇവിടെ ഇനി മരുന്നൊന്നും അടിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഈ മത്തൻ്റെ ഇലയും പയറിൻ്റെ ഇലയും ഒക്കെ നിൽക്കണതല്ലേ, ചീരയൊക്കെ നിൽക്കണ കാരണം കൊണ്ട് ഇവിടെ മരുന്നൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പുറത്തെ പറമ്പ് നമ്മുടെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേമ്പ് നിൽക്കുന്ന നമ്മുടെ അല്ല, അപ്പുറത്തെ പറമ്പ്. പിന്നെ വള വാങ്ങിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വർണ്ണത്തിൻ്റെ വളയൊന്നും അല്ല കേട്ടോ. എൻ്റെ സ്വർണ്ണത്തിൻ്റെ വളയൊക്കെ നമ്മുടെ വീട് പണിക്ക് വേണ്ടി എടുത്തു. ആദ്യം വളയുണ്ടായിരുന്നു, അത് നമ്മുടെ സ്ഥലം മേടിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് പോയി വീണ്ടും 3-4 വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വീട് പണിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കടമിനിട്ട് അടുത്ത വളയൊക്കെ വാങ്ങിക്കാം അല്ലേ. ഇനി കിട്ടുന്ന ബോണസിനൊക്കെ ഈ കൊല്ലം കൂടി ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടൊക്കെ ഏറെക്കുറെ ആവുമെന്ന് വിചാരിക്കണം. അപ്പം ഞാനിങ്ങനെ പൊട്ടും സ്ലൈഡൊക്കെ വാങ്ങിക്കാൻ കയറിയപ്പോൾ ആ ചേച്ചി ഒരു വള വാങ്ങിച്ചിടുന്ന കുറേ നിർബന്ധിച്ചപ്പോൾ ഞാൻ 2 വള വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇടാറൊന്നുമില്ല, സ്വർണ്ണത്തിൻ്റെ ഇട്ടിട്ട് അങ്ങനെ പരിചയമായതുകൊണ്ട് ഇങ്ങനത്തെ വള അങ്ങനെ ഇടാറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇടയ്ക്കിടക്കട്ടെ അല്ലേ, അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടൊന്നും മാത്രമല്ല. നമ്മുടെ കോവയ്ക്ക 3-4 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. നമുക്ക് കോവയ്ക്ക മീൻ കറി വെക്കാമല്ലോ, തക്കാളി സവാളയൊക്കെ ഇട്ടിട്ട്, അതിന് വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം ഇപ്പം നോക്കിയപ്പോൾ ഉപ്പുമാവ് ബാക്കിയുണ്ട്, പിന്നെ തലേദിവസത്തെ വെള്ളയപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസത്തെ വെള്ളയപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ചൂടാക്കി. പിന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞു. ഉപ്പുമാവും മീൻകറി നല്ല കോമ്പിനേഷൻ, അടിപൊളി ടേസ്റ്റാന്നൊക്കെ ചേട്ടൻ പിള്ളേരെ പറഞ്ഞിങ്ങനെ കൊതിപ്പിച്ചു. ഹോട്ടലിൽ നിന്നൊക്കെ എന്ത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാമെന്നറിയോ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിരുന്നു. പിന്നെ ശ്രീകുട്ട ആദ്യം വെള്ളയപ്പം നാളികേരപ്പാൽ എടുത്താൽ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചപ്പോൾ അവനും ഉപ്പുമാവും മീൻകറിയും കൂടിയും കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. കൂട്ടുകാർ ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ബാക്കി ഉണ്ടായിരുന്നത് ആ സന്ധ്യയ്ക്ക് ഞാൻ ചൂടാക്കി എല്ലാവരുടെ മുന്നിലും കൊണ്ടുവച്ചപ്പോൾ അതങ്ങനെ അവസാനിച്ച് കിട്ടിയിട്ടാണ്. ഒന്നും അങ്ങനെ കളയേണ്ടി വന്നില്ല. ഫുഡ് വേസ്റ്റ് ആക്കണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിള്ളേരെ കഴിപ്പിക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് എഴുതാനും മറക്കരുത്. നാളെ